കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കിരണിനെ കല്യാണിയെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് ക്രിസ്റ്റീന RS കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് കിരണിന് ബയോഡേറ്റ കൊടുത്തിങ്ങനെ ഇരിക്കുവാണ്. ബയോഡേറ്റ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ കിരൺ അതെല്ലാം പരിശോധിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്വാളിഫൈഡും ആണല്ലോ, എനിക്ക് എന്താണല്ലോ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടെ ജോയിൻ ചെയ്യാന്ന് പറയാ. ഇത് കേട്ട ക്രിസ്റ്റീന പറഞ്ഞു, താങ്ക് യു സാർ, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. അറിയാലോ, ഇതിനു മുമ്പ് ഇരുന്ന കമ്പനികളിലൊക്കെ തന്നെ ഞാൻ അതുപോലെ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാ. ആദ്യം കുറെ കാലം ജോലി ചെയ്ത് നോക്കുക, പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാൻ പറയണേ. ക്രിസ്റ്റീന പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല സാർ, ഞാൻ മുമ്പ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യല്ല. പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ഇവിടെ ട്രൈ ചെയ്യുമെന്ന് പറയുകയാണ്. പിന്നീട് കിരൺ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ക്രിസ്റ്റീന അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ക്രിസ്റ്റീന മനസ്സിൽ പറഞ്ഞു, അധികം വൈകാതെ തന്നെ നിന്നെ കല്യാണിയെ ഞാൻ രണ്ടും രണ്ട് വഴിക്കാക്കും. അതിന് വേണ്ടിയിട്ടാണ് ക്രിസ്റ്റീനയും കൂടെ കയറി വന്നിരിക്കുന്നത്. മനോഹർ ഓഫർ ചെയ്തേക്കുന്ന 10 ലക്ഷം രൂപയാ. പിന്നെ അത് കൂടാതെ നിന്നെ തകർക്കാനുള്ള കൊട്ടേഷൻ തന്നിരിക്കുന്ന രാഹുലാണ്. രാഹുലും തരും കുറെ പണം. ഇത് മതിയുടെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട്. ഈ ക്രിസ്റ്റീനയോടെ നിന്റെ കളി കണ്ടോ, അധികം വൈകാതെ കൂടിപ്പോയൊരു 3-4 മാസം, 4 മാസത്തിനുള്ളിൽ ക്രിസ്റ്റീന എന്ത് ചെയ്തെന്ന് കണ്ടോളാൻ പറയാണ്. പിന്നീട് ക്രിസ്റ്റീന പോവാണ്. അങ്ങനെ ക്രിസ്റ്റീന പോയി കഴിഞ്ഞപ്പോൾ രതീഷ് കിരണിന്റെ അടുത്തേക്ക് വരുവാണ്. കിരണിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല, ആ പെൺകുട്ടിനെ കണ്ട അത്ര പന്തിയായിട്ട് തോന്നില്ലോ. കിരൺ ചോദിച്ചാൽ, അതെന്താ രതീഷ് അങ്ങനെ ഒന്ന്, എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല എന്ന് പറയണം. പെട്ടെന്ന് കിരൺ പറഞ്ഞു, നല്ല കഴിവുള്ള പെൺകുട്ടിയാന്ന് തോന്നേ, കാരണം എല്ലാ കാര്യത്തിലും നല്ല പെർഫെക്റ്റ് ആന്ന് തോന്നേ, ബയോഡേറ്റ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കഴിവും ഉണ്ടെന്ന് പറയാണ്. എന്തോ എന്റെ മനസ്സിന് അവരുടെ വരവൊന്നും അത്ര ബോധിച്ചിട്ടില്ലെന്ന് പറയണേ. കിരൺ പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അല്ലേ അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ, അതിനകത്ത് ഇപ്പം നമ്മൾ കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറയാം. പിന്നീട് രതീഷ് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് കാർത്തിക പ്രകാശിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലാണ്, നിലത്തെങ്ങും അല്ല നിൽക്കണേ, കാരണം പ്രകാശിന്റെ കുറെ കാലത്തെ ആഗ്രഹമല്ലേ സാധിച്ചിരിക്കുന്നേ. പ്രകാശൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ഇത്ര പെട്ടെന്ന് വിക്രത്തിന് MD കസേര കിട്ടും, MD കസേരയിൽ ഇരിക്കാൻ പറ്റുമെന്നൊക്കെ. അങ്ങനെ കാർത്തിക ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രകാശൻ പറഞ്ഞു, മോളെ, എന്നാലും ഞാനൊന്നും പ്രതീക്ഷയില്ല കേട്ടോ, ഇത്ര പെട്ടെന്ന് എൻ്റെ മോനൊരു കമ്പനിയുടെ ഉടമയാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്ര പെട്ടെന്ന് നടന്നിരിക്കുന്നേ. അതൊന്നോർത്ത് അച്ഛനെ ടെൻഷൻ അടിക്കണ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അച്ഛന്റെ മോൻ എന്ന് പറഞ്ഞ എൻ്റെ ആരാ, ഞാൻ അച്ഛന്ന് തന്നെയല്ലേ വിളിക്കുന്നേ. അപ്പൊ പിന്നെ വിക്രത്തിനൊരു നല്ല കാലം, അത് നല്ല ജീവിതം കിട്ടാൻ ഞാനും ആഗ്രഹിക്കത്തില്ലേ. അവനെങ്ങനെ ജോലിയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നുണ്ട എനിക്ക് സഹിക്കും അച്ഛാ. വിക്രത്തിന് ഉദ്ദേശം മാത്രമാണ് ഞാൻ ആ കൺസ്ട്രക്ഷൻ കമ്പനി ലേലത്തിൽ പിടിച്ച, ഇനി ആ കമ്പനി നമുക്ക് മെച്ചപ്പെടുത്തി എടുത്തുകൊണ്ട് വരണമെന്ന് പറയാം. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, ആ കാര്യത്തിൽ മോള് വിഷമിക്കണ്ട, ഞാനും വിക്രം കൂടി രാവും പകലില്ലാതെ കഷ്ടപ്പെട്ട് ആ കമ്പനി ഒരു കരയ്ക്ക് എത്തിച്ചോളാം, അതോർത്ത് മോൾക്കൊരു വിഷമവും വേണ്ടെന്ന് പറയണം. ഈ സമയം കാർത്തിക മനസ്സിൽ പറഞ്ഞു, അതേടാ, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. സ്വന്തം കമ്പനി ആയതുകൊണ്ട് നീയൊക്കെ കിടന്ന് രാത്രിയും പകലും ഇല്ലാതെ അധ്വാനിക്കും, അതെനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ അധ്വാനിച്ച് കമ്പനി ഉയർത്തിക്കൊണ്ട് പോവാ, പിന്നീട് വേണം എനിക്ക് അത് കല്യാണിക്ക് കൈമാറാനായിട്ട്. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതെന്ന് കാർത്തിക മനസ്സിൽ പറയാ. അല്ല, മോളെന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിച്ചാന്ന് പറയണം. അമ്മേനെ കുറിച്ചോ? അമ്മയ്ക്ക് എന്തു പറ്റി? അല്ല, ഞാനിപ്പം അച്ഛനെ അച്ഛനാണല്ലോ വിളിക്കുന്നത്, ഞാൻ അച്ഛനായിട്ട് കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞിപ്പം അമ്മയെ അച്ഛനെ ഭർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞെന്ന് പറയണേ. ഭർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു? അല്ല, ഞാൻ പിന്നെ അച്ഛനെ അച്ഛാന്നല്ലേ വിളിക്കുന്നേ. ആ പിന്നെ അമ്മ അച്ഛനെ സ്വീകരിച്ചു കഴിഞ്ഞു മനസ്സും കൊണ്ടെന്ന് പറയണം. ഓ അങ്ങനെ. അല്ല, കാര്യമൊക്കെ ഇത്രയൊക്കെ ആയി, പക്ഷെ ഇതുവരെയായിട്ട് മോളുടെ അമ്മേനെ ഞാൻ നേരിട്ട് കണ്ടില്ലോ എന്ന് പറയണം. വിഷമിക്കണ്ട അച്ഛാ, കൂടിപ്പോയതിന് കുറച്ച് നാളും കൂടി ഉള്ളൂ. അമ്മ ഇവിടെ ഇല്ല, അമ്മ അമേരിക്കയ്ക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അമ്മ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അച്ഛനെ കാണാനായിട്ട് വരുമെന്ന് പറയാം. എന്നാലും എനിക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എങ്ങനെ എന്താന്നും അറിയത്തില്ല. മോള് സുന്ദരിയാ, അപ്പൊ മോളുടെ അമ്മയെ സുന്ദരി ആയിരിക്കും. പക്ഷെ സൗന്ദര്യത്തിലൊന്നൊരു കാര്യമില്ല, എനിക്കറിയാം. ആ അമ്മയുടെ മോളല്ലേ നീയും, അപ്പൊ നിന്റെ സ്വഭാവം നല്ലല്ലേ, അപ്പൊ അതുപോലെ തന്നെയായിരിക്കും അമ്മയുടെ സ്വഭാവം. അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എത്രയും പെട്ടെന്ന് കണ്ടാൽ മതി എന്ന് പറയാം. ഈ സമയം കാർത്തിക പറഞ്ഞു, കാണൂടാ, കാണാനുള്ള സമയം ആകുന്നുള്ളൂ, നീ ചെവിയെന്നുള്ളിൽ കാത്തിരുന്നു. നിന്റെ മുന്നിലേക്ക് എൻ്റെ അമ്മ ഒരു ദിവസം പ്രത്യക്ഷപ്പെടും. അന്ന് നീ അറ്റാക്ക് ഉണ്ടായി മരിക്കാതിരുന്ന ഭാഗ്യം, അന്നാണ് നീ തകർന്നടിയാൻ പോകുന്നത്. ഈ കാർത്തിക ആരാന്നും എൻ്റെ അമ്മ ആരാന്നുള്ള സത്യങ്ങളൊക്കെ നീ അറിയാൻ പോകുന്നുള്ളൂ.
അതിനുള്ള സമയമായിട്ടില്ല. സമയമാകുമ്പോൾ നിന്റെ മുന്നിൽ ഞാൻ തന്നെ കൊണ്ട് നിർത്തൂടാ പ്രകാശ എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന ക്രിസ്റ്റീന രാഹുലിനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. കാരണം രാഹുല് കൊട്ടേഷൻ കൊടുത്തത് ക്രിസ്റ്റീനയ്ക്ക് കിരണ്ണൻ കല്യാണിനെ വേർപെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ രാഹുലിനെ പോയി കണ്ടിട്ട് രാഹുൽ ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്ത് സാറെന്ന് പറയണേ. അല്ല, കാര്യങ്ങളൊക്കെ അറിയാലോ, എല്ലാം അറിയാം, എനിക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാണ്ടെന്ന് രാഹുൽ പറഞ്ഞു. അവരെ രണ്ടുപേരും വേർപെടുത്തി കഴിയുമ്പോൾ അറിയാലോ, കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും കിരണിന് കുഞ്ഞിനെ കിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ക്രിസ്റ്റീന പറഞ്ഞു, അതൊക്കെ നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ കുഞ്ഞിന്റെ കാര്യം, ഈ കുഞ്ഞ് രണ്ടുപേരുടെ അടുത്ത് കാണത്തില്ല, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാം. രാഹുൽ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. അവൻ 10 തലയുള്ളവനാ. അവന്റെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാ. അവന് എപ്പോഴേത് നേരം എന്തിനും പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവന്റെ കണ്ണു പഠിച്ചിടണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. കമ്പനിയെ കയറി കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്തെങ്കിലും സംശയം തോന്നിട്ടാ അവനോട് നടിച്ചിറക്കത്തുള്ളൂ. പിന്നെ അറിയാലോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങത്തില്ലെന്ന് പറയാം. ഈ സമയം ക്രിസ്റ്റീന പെട്ടെന്ന് പറഞ്ഞു, എന്നോടാണോ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? രാഹുൽ സാർ ധൈര്യമായിട്ടിരിക്കുക. 3 മാസത്തിനുള്ളിൽ തന്നെ രണ്ടുപേരെ ഞാൻ വേർപിരിച്ചിരിക്കും. ഈ ക്രിസ്റ്റീനയാ പറയണേ. ആ കാര്യത്തിൽ സാറിന് ഒരു പേടിയും വേണ്ടെന്ന് പറയാം. രാഹുൽ പറഞ്ഞു, ഈസി ആയിട്ടുള്ള കാര്യമല്ല, അറിയാലോ, അതുകൊണ്ടൊക്കെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് പലവട്ടം പലരും ശ്രമിച്ചാണ് കല്യാണിയെ ഇല്ലാതാക്കാനാണെങ്കിലും, പക്ഷെ ഒന്നും സാധിച്ചില്ല. ഒരു കാരണവശാലും കല്യാണി എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരു വിലങ്ങുതടിയാവില്ല. മനോഹറിനെ ഒഴിവാക്കിയിട്ട് കിരൺ മോനെ കൊണ്ട് സരുവിനെ വിവാഹം കഴിപ്പിക്കണം. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്താണല്ലോ അത് ഉടനെ തന്നെ നടക്കും. അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ടെന്ന് പറയാണ്. അങ്ങനെ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്റ്റീന അവിടെ നിന്ന് പോവാണ്. ഈ സമയം കല്യാണിയെ ഫോൺ ചെയ്യുവാണ് കിരൺ. കിരൺ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ കൊടുത്ത് കല്യാണി വെച്ചാൽ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇവിടെ ഒരു പുതിയ വിശേഷമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന്. അവന് പുതിയ സ്റ്റാഫ് വന്ന് ജോയിൻ ചെയ്യുമെന്ന് പറയണം. നാളെ ജോയിൻ ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ടൻ കല്യാണി വെച്ച് നാളെയോ? അതെ അതെ, ആള് മിടിക്കാൻ തോന്നുന്നു കണ്ടിട്ട്. ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല എക്സ്പീരിയൻസും ഉണ്ട്, വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മിക്കവാറും നമ്മുടെ കമ്പനിക്ക് നല്ല മെച്ചം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നല്ലൊരു ആളെ കിട്ടിയിട്ട് കുറെ കാലമായില്ലേ എന്ന് പറയാണ്. ഇത് കേട്ടൻ കല്യാണി പറഞ്ഞു, അല്ല ആളെങ്ങനെ കാണാനൊക്കെ നല്ല സ്മാർട്ടാ. ആ വരവൊക്കെ ഒന്ന് കാണണ്ടായിരുന്നു എൻ്റെ കല്യാണി എന്ന് പറയാ. ഇത് കേട്ടൻ കല്യാണി പറഞ്ഞു, ഓഹോ, അപ്പൊ ഞാൻ അവിടെ ഇല്ലാത്തതിൻ്റെ അത് അറിയാനുണ്ടതല്ലേന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ വെറുതെ ഒരു ജോക്ക് അടിച്ചല്ലേന്ന് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാ. അല്ല, ഞാനുള്ള കാര്യം തന്നെ പറഞ്ഞ ആളിച്ചിരി സ്മാർട്ടാന്ന് തോന്നേ. ആ വരവ് കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. പക്ഷെ എന്റെ കല്യാണിയുടെ ഒപ്പം ആരും വരത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അധികം അങ്ങനെ അങ്ങോട്ട് സൂചിപ്പിക്കണ്ട കേട്ടോ എന്ന് പറയാണ്. ശരി, ഇനിയിപ്പം 3-4 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങോട്ട് വരാലോ, വന്നു കഴിയുമ്പോൾ നിനക്ക് കാണാലോ എന്ന് പറയാം. ശരി, പിന്നെ താരാന്റിക്ക് എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ട് ഞാൻ കിരൺ പറഞ്ഞു, ബോധം വന്നെങ്കിലും ഇതിനായിട്ടും ആ പഴയ പോലെ അങ്ങോട്ട് ആയിട്ടില്ല. ഓർമ്മശക്തി ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഓർമ്മശക്തി തിരിച്ചു കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് അറിയാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയാനും പറ്റുന്നില്ല. സാരമില്ല, അധികം വൈകാതെ തന്നെ എവിടെ നേരം നമുക്കൊരു തുമ്പ് കിട്ടിയിരിക്കും കല്യാണി. നീ ആ കാര്യത്തിൽ പേടിക്കണ്ട കേട്ടോ. പിന്നെ അവിടുത്തെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറയണം. പിന്നീട് കല്യാണി ഫോൺ വെക്കുക. പിന്നീട് കിരൺ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ കല്യാണിയെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. 2 ദിവസമായി അവള് പോയിട്ട്. അവളെ കാണാതെ പിരിഞ്ഞിരിക്കുന്ന ആദ്യത്തെ സംഭവമാണിത്. അപ്പൊ കല്യാണിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് കിരൺ കിടന്നുറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.